നമസ്കാരം. പ്ലസ് വണ്ണിലെ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇമ്പൾസ് മൊമെൻറ്റം തിയറി എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അത് വെച്ചുള്ള ഒരു പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ ആദ്യമായി ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് എ ബോൾ സ്ട്രെയിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബൗളർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനിഷ്യൽ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാറ്റ്സ്മാനോട്, ക്രിക്കറ്റാണ് കളിക്കുന്നത് അല്ലേ? ബാറ്റ്സ്മാൻ ബോൾ തിരിച്ച് ബാറ്റ് ചെയ്യുകയാണ്. ഏത് ഡയറക്ഷനിൽ? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബൗളർ. അപ്പോൾ ബൗളർ ബാറ്റ്സ്മാൻ്റെ നേരെയാണ് എറിയുന്നത്. ഹിറ്റ് ചെയ്തതിന് ശേഷം അത് തിരിച്ച് ബൗളറ് നേരെ തിരിച്ചു പോവുകയാണ്. അതായത് ബോൾ ഏത് ഡയറക്ഷനാണോ വന്നത് അതേ ഡയറക്ഷനിൽ തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, നെഗറ്റീവാണ് തിരിച്ചു പോകുന്ന ഡയറക്ഷൻ. ഓക്കെ, വിത്തൗട്ട് ചേഞ്ചിങ് ദ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. വന്ന സ്പീഡ് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്, തിരിച്ചു പോയത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ തിരിച്ചു പോയത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് മൈനസ് കൊടുക്കേണ്ടി വരും. ഇഫ് ദ മാസ് ഓഫ് ദ ബോൾ ഈസ് 15 കിലോഗ്രാം, 0.15 കിലോഗ്രാം, 0.15 കിലോഗ്രാമാണ് ആ ബോളിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഡിറ്റർമൈൻ ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദ ബോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പൾസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാസ് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി 12 ആണെന്ന് തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അത് -12 ആണ് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന റിലേഷൻ എന്താണ്? നമുക്ക് രണ്ട് ഇക്വേഷൻസ് അറിയാം. ഒന്ന് ഇമ്പൾസ് I = F × T എന്നുള്ള ഇക്വേഷൻ അറിയാം. രണ്ടാമത് ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നറിയാം അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നുള്ളതിനെ നമുക്ക് ഇമ്പൾസ് I = ΔP എന്നാണ് പഠിച്ചത് നമ്മൾ. dP എന്നോ ΔP എന്നോ എഴുതാം. dP എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നാണ്. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്നല്ലേ? അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്നാണ്. അല്ലെങ്കിൽ ഇനിഷ്യൽ മൈനസ് ഫൈനൽ എന്നെടുത്താലും നമുക്ക് ഇമ്പൾസ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ P1 - P2 എന്നെടുക്കാം. P1 - P2 എന്നെടുക്കാം. നമ്മൾ ഡയറക്ഷൻ എങ്ങോട്ട് എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് P1 - P2 എന്നോ അല്ലെങ്കിൽ P2 - P1 എന്നോ ഒക്കെ എടുക്കുക. നമുക്ക് മാക്സിമം പോസിറ്റീവ് വാല്യൂ ആക്കി വെക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഈ ഇക്വേഷനാണ് നമുക്ക് എടുക്കേണ്ടത്. I = P1 - P2 വെച്ചാണ് നമുക്കിത് ചെയ്യേണ്ടത്. കാരണം F × T ചെയ്യാൻ വേണ്ടിയിട്ട് എഫും നമുക്ക് അറിഞ്ഞുകൂടാ, ടിയും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ P1 ഉം P2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? P1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റമാണ്. അപ്പോൾ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ആണ്. മാസ് എത്രയാണ്? 0.15 ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 12 ആണല്ലേ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയെ നമുക്ക് V1 എന്ന് കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വിക്ക് പകരം 12 എന്ന് കൊടുക്കുക. ഓക്കെ, 0.15 × 12 ചെയ്യുമ്പോൾ 1.8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ മാത്സ് ഫിസിക്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിലും യൂണിറ്റ് എഴുതേണ്ട സ്ഥലത്തെല്ലാം യൂണിറ്റ് എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം മീറ്റർ പെർ സെക്കൻഡ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ആവശ്യമില്ല, ഇവിടെ എഴുതണമെന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഫൈനൽ ആൻസറാണ്, അവിടെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതണം. അതുപോലെ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് മാത്രം എഴുതിയിരിക്കുന്നത് തെറ്റാണ്. കാരണം കിലോഗ്രാം എന്നുള്ളത് എഴുതാതെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് മാത്രം എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 1.8 എന്ന് കിട്ടി. ഇനി ഇത് ഇനിഷ്യൽ മൊമെൻറ്റമാണ്. ഫൈനൽ മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് -0.15 × 12. 0.15 × 12. അപ്പോൾ -1.8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ P1 കിട്ടി, P2 കിട്ടി. ഇനി നമുക്ക് ഇമ്പൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇമ്പൾസ് I = P1 - P2 ചെയ്താൽ മതി. P2 - P1 ചെയ്താലും മതി, ഏത് ചെയ്താലും ശരിയാണ്. അപ്പോൾ P1 - P2 ചെയ്യുമ്പോൾ P1ൻ്റെ വാല്യൂ 1.8 മൈനസ് P2ൻ്റെ വാല്യൂ -1.8. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, P1 എഴുതി മൈനസ് ഇട്ടു, P2വിന് പിന്നെ ഒരു മൈനസ് ഉണ്ട്. അത് നേരത്തെ ഇട്ട മൈനസ് അല്ല, ആ മൈനസ് അവിടെ ഇടാൻ വിട്ടുപോകരുത്. അപ്പോൾ -1.8 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. അപ്പോൾ 1.8 + 1.8 എന്നാവും. അപ്പോൾ 3.6 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് കിട്ടും. ന്യൂട്ടൺ സെക്കൻഡാണ് ഇമ്പൾസിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇമ്പൾസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡാണ്. അപ്പോൾ 3.6 ന്യൂട്ടൺ സെക്കൻഡ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ബാറ്റ്സ്മാൻ ടു ബോൾ. ബാറ്റ്സ്മാനിൽ നിന്ന് ബോളിലേക്ക്, അതായത് ഫൈനൽ ഇത് എങ്ങോട്ടാണ് നമ്മൾ ഹിറ്റ് ചെയ്ത് കളയുന്നത്? നമ്മൾ ഫൈനലി ബാറ്റ്സ്മാൻ ഹിറ്റ് ചെയ്തതിന് ശേഷം
ആ ബോൾ പോകുന്നത് ബൗളറിൻ്റെ നേർക്കാണ്, അതായത് ബാറ്റ്സ്മാനിൽ നിന്ന് ബൗളറിൻ്റെ നേരെ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ബാറ്റ്സ്മാൻ ടു ബൗളർ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ ടു ബോൾ എന്ന് എഴുതിയാലും മതി. അപ്പോൾ അത്രയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ച് തിയറിയാണ് പഠിക്കാനുള്ളത്. ഗിവ്സ് എൻ ആപ്ലിക്കേഷൻസ് ഓഫ് കോൺസെപ്റ്റ് ഓഫ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന കോൺസെപ്റ്റിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, അതായത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ്. അപ്പോൾ ആ കാര്യം നമുക്കിവിടെ ഓർത്ത് വെച്ചേക്കാം. ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ്, എഫ് ഇൻറ്റു ടി എന്നാണ്. ഓക്കെ, ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്നാണ്. ഈ ഇമ്പൾസ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഇൻറ്റു ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇവിടെ എഫ് കുറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എഫ് കുറയാൻ വേണ്ടി ടി ഇൻക്രീസ് ചെയ്താൽ മതി. ഇമ്പൾസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എഫിനെ കുറയ്ക്കാൻ വേണ്ടി ടിയെ ഇൻക്രീസ് ചെയ്താൽ മതി. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. ഐ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എഫ് കുറയ്ക്കാൻ വേണ്ടി ടി ഇൻക്രീസ് ചെയ്താൽ മതി. നമുക്ക് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടിയിൽ നിന്ന് എഫ് ഈസ് ഈക്വൽ ടു ഐ ബൈ ടി എന്ന് വേണമെങ്കിലും എഴുതാം. അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ എഴുതിയാലും മതി. ഒന്നുകിൽ ഈ രീതിയിൽ എഴുതുക, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഐ ബൈ ടി എന്ന് എഴുതിയിട്ട് ടി കൂടുന്ന സമയത്ത് എഫ് കുറയുന്നു എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഈ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ എക്സാമ്പിൾ, വൈൽ ക്യാച്ചിങ് എ ബോൾ എ ക്രിക്കറ്റർ ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ്. നിങ്ങൾ ക്രിക്കറ്റ് കളി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു ക്യാച്ച് എടുക്കുന്ന സമയത്ത് ഒരു ഫീൽഡ് ചെയ്യുന്ന ഒരാൾ ക്യാച്ച് എടുക്കുന്ന സമയത്ത് ആ വരുന്ന ബോളിനെ നേരെ അങ്ങ് പിടിക്കുകയല്ല, പിടിച്ചിട്ട് പിടിക്കുന്നതിൻ്റെ കൂടെ കൈ പുറകിലോട്ട് കുറച്ച് ദൂരം വലിക്കും. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റയടിക്ക് കയ്യിൽ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറകിലോട്ട് വലിക്കുമ്പോൾ ആ ക്യാച്ച് ചെയ്യുന്ന ടൈമിനെ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തായാലും ആ ബോൾ വന്ന് ഇടിക്കുന്ന സമയത്ത് ഒരു ഇമ്പൾസ് ഉണ്ടായിരിക്കും. ആ ഇമ്പൾസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇമ്പൾസ് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഫോഴ്സ് കുറയ്ക്കണം, നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ഫോഴ്സ് കുറയ്ക്കണം. അപ്പോൾ ഫോഴ്സിനെ കുറയ്ക്കാൻ വേണ്ടി ടൈമിനെ കൂട്ടുക, അതാണ് അയാൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ കൈ പുറകോട്ട് വലിക്കുമ്പോൾ ഒറ്റയടിക്ക് കയ്യിൽ വന്നിരിക്കുന്നത് പതുക്കെ വന്നിരിക്കാൻ തോന്നും, പതുക്കെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് കുറയും, അപ്പോൾ കയ്യിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന കുറയും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, വൈ ക്യാച്ചിങ് എ ബോൾ എ ക്രിക്കറ്റർ ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ്, വൈ എന്നും പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ ആൻസർ ഇങ്ങനെ എഴുതുക, ബൈ മൂവിങ് ദ ഹാൻഡ്സ് ബാക്ക്വേർഡ്സ്, കൈ പുറകോട്ട് വലിക്കുന്നത് കൊണ്ട് ദ ക്രിക്കറ്റർ ഇൻക്രീസസ് ദ ടൈം ഓഫ് ക്യാച്ച്, ക്രിക്കറ്റർ ക്യാച്ച് ചെയ്യുന്ന ടൈം ഇൻക്രീസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ദെൻ ദ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ ബോൾ, ആ ബോള് കയ്യിൽ എക്സെർട്ട് ചെയ്യുന്ന ദ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ ബോൾ ഓൺ ഹിസ് ഹാൻഡ്സ് ബിക്കം മച്ച് സ്മോളർ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹേർട്ട് ഹിം. ആ ബോൾ വന്നിരിക്കുന്നത് അവനെ വേദനിപ്പിക്കത്തില്ല, കയ്യെ വേദനിപ്പിക്കത്തില്ല. അപ്പോൾ ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫോഴ്സ് കുറയ്ക്കുന്നു. ഇത് തന്നെയാണ് എല്ലാ എക്സാമ്പിൾസിലും പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എ പേഴ്സൺ ഫോളിങ് ഫ്രം എ സെർട്ടൺ ഹൈറ്റ്, ഒരു ഉയരത്തിൽ നിന്ന് താഴെ വീഴുന്ന ഒരാൾ, റിസീവ്സ് മോർ ഇഞ്ചുറീസ് വെൻ ഹി ഫോൾസ് ഓൺ സിമെൻറ്റഡ് ഫ്ലോർ ദാൻ വെൻ ഹി ഫോൾസ് ഓൺ എ ഹീപ്പ് ഓഫ് സാൻഡ്. ഒരു ഉയരത്തിൽ നിന്ന് വീഴുന്ന ആളിന് കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നു എപ്പോഴാണ്? അയാൾ വീഴുന്നത് ഒരു സിമെൻറ്റഡ് ഫ്ലോറിലാണെങ്കിൽ, അതായത് കോൺക്രീറ്റ് തറയിൽ വീഴുകയാണെങ്കിൽ കൂടുതൽ വേദന ഉണ്ടാകുന്നു. ഏതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ദാൻ വെൻ ഹി ഫോൾസ് ഓൺ എ ഹീപ്പ് ഓഫ് സാൻഡ്, ഒരു മണൽക്കൂനയിലേക്ക് വീഴുകയാണെങ്കിൽ. മണൽക്കൂനയിലേക്ക് വീഴുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണ്? മണൽക്കൂനയിൽ വീണാൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ആഴത്തിൽ നമ്മളങ്ങനെ കുഴിഞ്ഞങ്ങ് പോകും. അതായത് ഒരു സഡൻ ഹിറ്റല്ല, നമ്മൾ ഗ്രാജുവലായിട്ട് അതിൻ്റെ അകത്തോട്ട് പതുക്കെ ഇങ്ങനെ താന്നു പോകും. അതായത് വീഴുന്ന ഇമ്പാക്റ്റിൻ്റെ ടൈം അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. ടൈം ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇമ്പാക്റ്റിൻ്റെ ഫോഴ്സ് കുറയും അല്ലേ? ഇമ്പൾസ് കോൺസ്റ്റൻ്റ് ആണ്. ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് കുറയുന്നു. സാൻഡിൽ വീഴുമ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് സാൻഡിൽ വീഴുമ്പോൾ നമ്മുടെ ബോഡിയിലേക്കുന്ന ഫോഴ്സ് കുറയുന്നു. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. അപ്പോൾ റീസൺ നോക്കാം. വെൻ എ പേഴ്സൺ ഫോൾസ് ഓൺ എ ഹീപ്പ് ഓഫ് സാൻഡ് ഗെറ്റ്സ് ഡിപ്രസ്ഡ് അണ്ടർ ഹിസ് വെയ്റ്റ്. അപ്പോൾ അവൻ്റെ വെയിറ്റ് കാരണം ആ സാൻഡ് അകത്തേക്കൊന്ന് കുഴിയും അല്ലേ? ദ
ദ പേഴ്സൺ ടേക്സ് ലോങ്ങർ ടൈം ടു സ്റ്റോപ്പ്. അയാളുടെ ആ മൂവ്മെൻറ്റ്, അയാൾ വന്ന് വീഴുന്ന ആ സ്പീഡ് നിൽക്കാനായിട്ട് സമയം കൂടുതലെടുക്കും. അതായത് ടൈമിനെ ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഇൻക്രീസസ് ദ ഫോഴ്സ്, ദിസ് ഡിക്രീസസ് ദ ഫോഴ്സ്. ആ ടൈം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു. എന്ത് ഫോഴ്സ്? ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ദ ഫ്ലോർ ഓൺ ദ പേഴ്സൺ. ആ ഫ്ലോറ് ആ പേഴ്സണിൽ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ നിങ്ങളിത് ഈ ഒരു എക്സ്പ്രഷനും കൂടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റീസണിൻ്റെ കൂടെ എഴുതി വയ്ക്കണം. എഫ് ഐ ഈസ് ഈക്വൽ ടു ഐ ബൈ ഡെൽറ്റ ടി. ടി ഇൻക്രീസ് ചെയ്യുന്ന സിമ്പൽ ഇടുക, എഫ് ഡിക്രീസ് ചെയ്യുന്ന സിമ്പൽ ഇടുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡെൽറ്റ ടി. ടിയുടെ അവിടെ ഇൻക്രീസ് ചെയ്യുന്ന സിമ്പൽ ഇടുക, എഫിൻ്റെ അവിടെ ഡിക്രീസ് ചെയ്യുന്ന സിമ്പൽ ഇടുക. ഓക്കെ. അടുത്ത മൂന്നാമതൊരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഓട്ടോമൊബൈൽസ് ആർ പ്രൊവൈഡഡ് വിത്ത് ഷോക്കേഴ്സ്. ഷോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിലായാലും ബൈക്കിലായാലും വീലിനോട് ചേർന്ന് ഒരു സ്പ്രിങ് പോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അത് നമ്മുടെ ഹമ്പിൽ വീഴുന്ന സമയത്ത് പാസഞ്ചേഴ്സിന്, വണ്ടിയിലിരിക്കുന്ന പാസഞ്ചേഴ്സിനും ഡ്രൈവറിനും അതിൻ്റെ ഹമ്പിൽ വീഴുന്ന എഫക്റ്റ്, ഹമ്പിൽ അല്ലെങ്കിൽ ഗട്ടറിൽ വീഴുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ്, സഡൻ എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഷോക്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഷോക്ക് അബ്സോർബേഴ്സ് എന്നും പറഞ്ഞും അതിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഡാംബർ എന്നൊക്കെ പറയാറുണ്ട്. വെൻ എ വെഹിക്കിൾ മൂവ്സ് ഓൺ എ അൺഈവൻ റോഡ്. അൺഈവൻ റോഡ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് അല്ലാത്ത റോഡ്, അതായത് ഗട്ടറും ഹമ്പും കുണ്ടും കുഴിയൊക്കെ ഉള്ളൊരു റോഡിൽ കൂടെ പോകുന്നു. ഇറ്റ് റിസീവ്സ് എ ജർക്ക്. പോകുമ്പോഴത്തേക്ക് ആ മോഷനിൽ പെട്ടെന്ന് മുകളിലേക്കോ താഴോട്ടോ എടുക്കുന്ന ഒരു മോഷൻ വരുന്നു. അതിനാണ് ജെർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അൺഈവൻ റോഡുകൾ പോകുമ്പോൾ ഒരു ജെർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഷോക്ക് അബ്സോർബേഴ്സ് ഇൻക്രീസ് ദ ടൈം ഓഫ് ജെർക്ക്. ഈ ഷോക്ക് അബ്സോർബർ ഉണ്ടെങ്കിലും ആ ജെർക്കിൽ കൂടെ കയറി ഇറങ്ങിയാലേ അപ്പുറത്ത് പോകാൻ പറ്റൂ. പക്ഷേ ഷോക്ക് അബ്സോർബർ ഉണ്ടെങ്കിൽ അത് ഒരു സ്പ്രിങ് ആക്ഷൻ അവിടെ തരും. അതായത് ഒറ്റയടിക്ക് മണ്ടയിലോട്ട് പൊങ്ങാതെ, ഒരു ഹമ്പിൽ കയറുമ്പോൾ ഒറ്റയടിക്ക് മുകളിലോട്ട് പോകാതെ ഗ്രാജുവലായി മുകളിലേക്ക് പോവുകയും തിരിച്ച് ഗ്രാജുവലായി താഴേക്ക് വരികയും ചെയ്യും. അതായത് ടൈം ഇൻക്രീസ് ചെയ്യുന്നു, അല്ലേ? ഇൻക്രീസസ് ദ ടൈം ഓഫ് ജെർക്ക്. അങ്ങനെ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഫോഴ്സ് കുറയുന്നു. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിലും പറഞ്ഞത്. ഹെൻസ് ദ ഫോഴ്സ് റെഡ്യൂസസ്. ഓക്കെ. അടുത്ത ബഫേഴ്സ് ആർ പ്രൊവൈഡഡ് ബിറ്റ്വീൻ ബോഗീസ് ഓഫ് എ ട്രെയിൻ. അതായത് ഒരു ട്രെയിനിൻ്റെ രണ്ട് ബോഗികൾക്കിടയിൽ ഒരു റബ്ബർ പോലത്തെ ഒരു ബുഷ് കൊടുത്തിട്ടുണ്ട്. അതിനാണ് ബഫർ എന്ന് വിളിക്കുന്നത്, ബഫർ. അപ്പോൾ ആ ബഫർ കൊടുക്കുന്നത് എന്തിനാണ്? ട്രെയിൻ പെട്ടെന്ന് എടുക്കുന്ന സമയത്തും ബ്രേക്ക് പിടിച്ച് നിർത്തുന്ന സമയത്തും ഒരു സഡൻ ഇമ്പാക്റ്റ്, സഡൻ ജെർക്ക് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാനാണ്. ഇവിടെയും ടൈം ഇൻക്രീസ് ചെയ്ത് ഫോഴ്സ് കുറയ്ക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബഫേഴ്സ് ഇൻക്രീസ് ദ ടൈം ഓഫ് ജെർക്ക്. ടൈമിനെ ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഡിക്രീസസ് ദ ഫോഴ്സ് ഓഫ് ഇമ്പാക്റ്റ് ബിറ്റ്വീൻ ദ ബോഗീസ്. അപ്പോൾ ബോഗികൾക്കിടയിലുള്ള ഇമ്പാക്റ്റ് ഫോഴ്സിനെ അത് കുറയ്ക്കുന്നു, അല്ലേ? ദ ബോഗീസ് ആർ ദസ് പ്രിവെൻറ്റഡ് ഫ്രം റിസീവിങ് സീവിയർ ജെർക്സ്. അപ്പോൾ വലിയ ജെർക്കുകളിൽ നിന്ന് ബോഗികൾക്കും അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർക്കും ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ് ഈ ബഫേഴ്സ് വെച്ചിരിക്കുന്നത്. അടുത്തത് ചൈന വെയേഴ്സ്. ചൈന വെയേഴ്സ് എന്ന് പറഞ്ഞാൽ കളിമൺ പാത്രങ്ങൾ എന്നാണ്. ഓക്കെ. ക്ലേ അല്ലെങ്കിൽ സെറാമിക് കൊണ്ടുള്ള പാത്രങ്ങളെയാണ് ചൈന വെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ആർ പാക്ക്ഡ് ഇൻ സ്ട്രോ പേപ്പർ ബിഫോർ പാക്കിംഗ്. സ്ട്രോ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈക്കോല് പോലുള്ള ഒരു കുഷനിങ് എഫക്റ്റുള്ള വസ്തുക്കൾക്കിടയിൽ, അല്ലെങ്കിൽ പേപ്പർ ഇങ്ങനെ ചുരുട്ടി അതിൻ്റെ ഇടയിൽ ആ രണ്ട് പാത്രങ്ങൾക്കിടയിൽ ഇങ്ങനെ ഈ സ്ട്രോ പേപ്പേഴ്സ് വെച്ചിരിക്കും. അതും ഇതേ കാര്യത്തിൽ തന്നെയാണ്. ഇത് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് തമ്മിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. തട്ടുമ്പോൾ ഈ ഒറ്റയടിക്ക് വന്ന് ഇടിച്ചാലാണ് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സ്ട്രോ പേപ്പേഴ്സ് വയ്ക്കുമ്പം ഈ കുഷനിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യും, ഫോഴ്സ് കുറയും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സ്ട്രോ പേപ്പർ ബിറ്റ്വീൻ ദ ചൈന വെയേഴ്സ് ഇൻക്രീസസ് ദ ടൈം ഓഫ് എക്സ്പീരിയൻസിങ് ദ ജെർക്ക്. ആ ജെർക്കിൻ്റെ ടൈം ഇൻക്രീസ് ചെയ്യുന്നു. ഡ്യൂറിങ് ദ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ജെർക്കിൻ്റെ ടൈം ഇൻക്രീസ് ചെയ്യുന്നു. ദസ് ഡിക്രീസസ് ദ ഫോഴ്സ് എന്ന് കൂടെ എഴുതി വയ്ക്കുക. ഓക്കെ. അത്രയാണ് ഈ ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്ഷൻ അവിടെ തീരുകയാണ്. നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷൻ, ഫോക്കസ് ഏരിയയിലെ അടുത്ത സെക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. മൊമെൻറ്റത്തിന് തന്നെയാണ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എം മാസുള്ള ഒരു ബോഡി വി വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യണം. ഈ ട്രാവൽ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിന് നമുക്ക് ലീനിയർ മൊമെൻറ്റം എന്ന് പറയാം. ആ ബോഡിയുടെ മൊമെൻറ്റത്തിന് ലീനിയർ മൊമെൻറ്റം എന്ന് പറയാം. ആ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം.
അപ്പോൾ എന്താണ് ഈ ലോ പറയുന്നത്? ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ്. സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നാണ് എൻ്റെ മീനിങ്. അതായത് ഒരു പാർട്ടിക്കിളല്ല, ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ബോഡി ഉണ്ട്. M1 M2 M3 എന്ന് പറയുന്ന കുറേ ബോഡീസ്, അല്ലെങ്കിൽ 2 ബോഡീസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? F ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ? ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇഫ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 0 എന്ത് സംഭവിക്കും? ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ആ സിസ്റ്റത്തിൻ്റെ, ഒരു പാർട്ടിക്കിളാണെന്ന് വിചാരിച്ചാലും മതി മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ആ പാർട്ടിക്കിളിൻ്റെ ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് P ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. P ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് എഴുതാം. P ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അതായത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യൂല എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? M ഇൻറ്റു V എന്നാണ് അല്ലേ? M ഇൻറ്റു V എന്നാണ്. ഈ M ഇൻറ്റു V എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. M ഇൻറ്റു V ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. M ഇൻറ്റു V ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. ഓക്കെ, M ഇൻറ്റു V ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. M1 V1 ഈസ് ഈക്വൽ ടു M2 V2 എന്ന് എഴുതാം. M1 V1 ഈസ് ഈക്വൽ ടു M2 V2 എന്ന് എഴുതാം. ഓക്കെ, അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയുന്നത്. ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ്. അതായത് ഒരു സെവറൽ പാർട്ടിക്കിൾസിൻ്റെ, ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിൽ, ഓക്കെ, 2 പേര് ഇരുന്ന് ഒരു ബൈക്കിൽ ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതൊരു സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ് ആണ്. ഒന്നാമത്തെ ആൾ, രണ്ടാമത്തെ ആൾ, ബൈക്ക്, അത് മൂന്നും കൂടെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ, ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ്, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ മൊത്തം ലീനിയർ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റമാണ് P, അതെന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. P എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. P എന്ന് പറഞ്ഞാൽ M ഇൻറ്റു V ആണ്. അപ്പോൾ നമുക്ക് M ഇൻറ്റു V ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അല്ലെങ്കിൽ M1 V1 ഈസ് ഈക്വൽ ടു M2 V2 എന്ന് എഴുതാം. ഇതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഇത്രയും ഇക്വേഷൻ എഴുതാനും പഠിച്ചു വെച്ചേക്കുക. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ച് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, നമ്മളിപ്പോൾ പഠിച്ച ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പ്രൂവ് ചെയ്യുക. ഈ ലോ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു, പക്ഷേ അത് പ്രൂവും കൂടെ ചെയ്യണം. അത് ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ നിന്നും പ്രൂവ് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ അത് നിങ്ങളെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് അത് പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? F ഈസ് ഈക്വൽ ടു dP/dt എന്നാണ് പറയുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അപ്പോൾ P ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. Fന് 0 കൊടുത്താൽ P കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം F ഈസ് ഈക്വൽ ടു dP/dt എന്ന് എഴുതാം. ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇല്ല, ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ Fന് പകരം നമുക്ക് 0 എന്ന് കൊടുക്കാം. ഫോഴ്സ് ഇല്ല എന്നല്ലേ പറയുന്നത്, ഫോഴ്സ് ഇല്ലെങ്കിൽ Fന് 0 കൊടുക്കാം. അപ്പോൾ ഇവിടെ 0 കൊടുക്കാം. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു dP/dt എന്ന് എഴുതാം അല്ലേ? അപ്പോൾ dP/dt ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. dP/dt ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ്, നമുക്ക് ഡിഫറൻഷ്യേഷനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൊരു കാര്യമാണ് d/dt എന്നോ d/dx എന്നോ എഴുതാം. അതിന് നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എന്ന് വായിക്കണം. ഡെറിവേറ്റീവ് ഓഫ് ഒരു കോൺസ്റ്റൻ്റ് ചെയ്യണം. അതായത് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും.
കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഈ ഒരു തിയറം, ഈ ഒരു ലോ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, ഈ തിയറം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എഫിന് 0 കൊടുത്തപ്പോൾ dp/dt = 0 എന്ന് വന്നു. ഇനി നമുക്ക് എഴുതണമെങ്കിൽ ഇതറിഞ്ഞിരിക്കണം. അപ്പോൾ d/dt ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആണ്. തിരിച്ചു പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടുന്നുവെങ്കിൽ അത് ഒരു കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് പറയാം. ഓക്കെ, നമുക്കറിയാവുന്ന എന്താണ്? d/dt ഓഫ് എ കോൺസ്റ്റൻറ്റ് = 0. തിരിച്ചു പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 0 കിട്ടിയാൽ അങ്ങനെയാണെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ d/dt എടുത്തപ്പോൾ 0, dp/dt എടുത്തപ്പോൾ 0 കിട്ടി. അതായത് പിയുടെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 0 കിട്ടി. അപ്പോൾ നമുക്ക് പറയാം പി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. പി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. എഫ് 0 ആകുമ്പോൾ പി കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. എഫ് 0 ആകുമ്പോൾ പി കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ് തിയറം പറയുന്നത്. അപ്പോൾ എഫിന് 0 എടുത്തപ്പോൾ പി കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദസ് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഒന്നും കൂടെ എഴുതി വയ്ക്കുക. അപ്പോൾ ഈ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 3 മാർക്കെങ്കിലും കിട്ടിയിരിക്കും. അതുകൊണ്ട് കൃത്യമായി ഈ സ്റ്റെപ്പുകളൊന്നും മിസ്സാവാതെ എഴുതി വയ്ക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് ഫ്രിക്ഷനാണ് പഠിക്കുന്നത്. ഫ്രിക്ഷൻ അത് അടുത്ത സെക്ഷനാണ്. നിങ്ങളുടെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലുള്ള അടുത്ത സെക്ഷനാണ് ഫ്രിക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ 2 സർഫസസ് ഇൻ കോണ്ടാക്റ്റ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോഴ്സാണ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ. അത് റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്നു. എന്തിൻ്റെ റിലേറ്റീവ് മോഷൻ? ബിറ്റ്വീൻ 2 സർഫസസ് ഇൻ കോണ്ടാക്റ്റ്. അതായത് ഇത് നിങ്ങളുടെ ഒരു ഡെസ്കിൻ്റെ പുറം വശമാണെന്ന് വിചാരിക്കുക. ഒരു ഡെസ്കിൻ്റെ മുകൾ വശമാണ്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു ബുക്ക് വെച്ചിരിക്കുകയാണ്. ഇതൊരു ബുക്കാണ്. അപ്പോൾ നിങ്ങളിതാ ഈ ബുക്കിനെ ഇങ്ങോട്ട് തള്ളി നീക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ബുക്കിനെ അങ്ങോട്ട് തള്ളി നീക്കുന്ന സമയത്ത് ഈ ബുക്കിൻ്റെ അടിഭാഗവും ഡെസ്കിൻ്റെ മുകൾ വശവും തമ്മിൽ കോണ്ടാക്റ്റിലാണ്. അതായത് ഇത്രയും സ്ഥലം ഡെസ്കിൻ്റെ മുകൾ ഭാഗവും ബുക്കിൻ്റെ അടിഭാഗവും തമ്മിൽ കോണ്ടാക്റ്റിലാണ്. അപ്പോൾ ഈ ബുക്കിനെ തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രണ്ട് സർഫസസ് അതായത് കോണ്ടാക്റ്റിലുള്ള 2 സർഫസസ്, ആ സർഫസ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഇതിനെ എതിർക്കാൻ ശ്രമിക്കും. അതായത് നിങ്ങൾ വലത്തോട്ടാണ് തള്ളി നീക്കുന്നതെങ്കിൽ ഇവിടെ ഇടത്തോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോഴ്സാണ്. അതെന്താണ് ചെയ്യുന്നത്? വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ. ഇത് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നിനെ അപേക്ഷിച്ച് മറ്റതിൻ്റെ മോഷൻ, അതിനെയാണ് റിലേറ്റീവ് മോഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മലയാളത്തിൽ ആപേക്ഷിക ചലനം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സാണ്. അത് ഒപ്പോസ് ചെയ്യുന്നു. എന്തിനെ ഒപ്പോസ് ചെയ്യുന്നു? റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ 2 സർഫസസ് ഇൻ കോണ്ടാക്ട്. 2 കോണ്ടാക്റ്റിലുള്ള സർഫസുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ, ആപേക്ഷിക ചലനത്തെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഫ്രിക്ഷൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ PDF നോട്ടിന് വേണ്ടി എല്ലാവരും ടെലിഗ്രാം ചാനലിൽ കയറി ജോയിൻ ചെയ്യുക. ആ ചാനലിൽ ഇതിൻ്റെ PDF നോട്ട്, ഈ എടുക്കുന്ന ക്ലാസ്സിൻ്റെ PDF നോട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.